ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ക്രോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല, അടുത്തോട്ട് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം കൈകാര്യം ചെയ്യാം. ഇതൊരു ടെംപ്റ്റേഷനാണ്, പിശാചിന്റെ ഒരു ടെംപ്റ്റേഷനാണ്. എന്തിനാണെന്നറിയാമോ? ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് മാനുഷികമായ നിലയിൽ സുവിശേഷത്തിനൊരു ട്വിസ്റ്റ് കൊടുക്കുവാനുള്ള പിശാചിന്റെ തന്ത്രത്തിൽ പെട്ട് ഉഴന്ന് നടക്കുന്നവരാണ് ഇന്നത്തെ പ്രീച്ചേഴ്സിൽ നല്ലൊരു ശതമാനം ആളുകളും. ഇത് വലിയ ഒരു ടെംപ്റ്റേഷനാണ്. നമ്മൾ ടെംപ്റ്റഡ് ആയി പോയി. സിൻസിയർ ആയിട്ടുള്ള ആളുകളും പലപ്പോഴും ടെംപ്റ്റഡ് ആയി പോകും. ഞാൻ മൊസാംബിക്കില് ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത്, ഈവൻ ഇൻ നോർത്ത് ഇന്ത്യ, ഈ നോർത്ത് ഇന്ത്യയേക്കാൾ കഷ്ടമാണല്ലോ പലപ്പോഴും ആഫ്രിക്കൻ വില്ലേജസിലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ ഐ ഓൾസോ വാസ് ടെംപ്റ്റഡ്. ഇവരോട് എന്തുവായി വലിയ ക്രൂശൊക്കെ പറയാനും ഒക്കെ. അതിനേക്കാളും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു മനസ്സലിവല്ലേ. പാവങ്ങൾ, തുണി കൊടുക്കാനില്ല, കഴിക്കാനില്ല, എല്ലുന്തി നടക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ സങ്കടത്തിൽ ഞാനും ചിന്തിച്ച് ഇവരോട് കുറച്ച് പ്രോസ്പെരിറ്റി അങ്ങ് പ്രസംഗിച്ചാലോ എന്ന് ഞാനും അങ്ങ് ആലോചിച്ചു പോയി. പക്ഷെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഇതിനേക്കാൾ കഷ്ടമായിരുന്നു യേശുവിന്റെ കാലത്തെ പലസ്തീൻ. പക്ഷെ യേശു എന്തുകൊണ്ട് പ്രോസ്പെരിറ്റി പ്രസംഗിച്ചില്ല? യേശു അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്നാ ഇല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി, ചെല്ലുന്ന സ്ഥലം നോക്കി സാഹചര്യം മാറാനൊന്നുമല്ല ദൈവം നമ്മളെ ഒരു സന്ദേശം പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വാസം പറഞ്ഞ ആഫ്രിക്ക. ഇവിടുത്തേക്കാൾ കൂടുതൽ ആളുകൾ ആഫ്രിക്കയിൽ വന്ന് ആ പാവങ്ങളുടെ പൈസയും കൊണ്ട് പോകുന്നുണ്ട്. അത് അതിനേക്കാൾ കഷ്ടമാണ്. കെനിയയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കെനിയയിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഇറങ്ങിയ ഒരു മാഗസിന്റെ സൺഡേ എഡിഷൻ, സെക്യുലർ പത്രോ, ഒരു ചെറുക്കൻ നല്ലൊരു ജേർണലിസ്റ്റാണ്. അവൻ അവിടുത്തെ സകല ചർച്ചസും കയറി ഇറങ്ങി നല്ല ഒന്നാന്തരം ഒരു ഫീച്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. സീക്ക് ഗാഡ്സ് കിങ്ഡം ആൻഡ് ഇറ്റ്സ് മണി. അതാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. സീക്ക് ye first the kingdom of God and its money. മുമ്പേ അവന്റെ രാജ്യവും അതിന്റെ പണവും അന്വേഷിപ്പിൻ. എന്നിട്ട് ഓരോ ചർച്ചും, അവിടെയുള്ള കെനിയയിലെ ഓരോ ചർച്ചും എന്ത് പഠിപ്പിക്കുന്നു എന്ന് ഈ ചെറുക്കൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പാവങ്ങളുടെ സ്ഥലത്ത് ഒരു പൂള് പണിത് ഒരു ചർച്ചിൽ അവൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു ചർച്ചിലെ പൂള് പണിതിട്ടിട്ടുണ്ട്. ആ പൂള് പണിതിട്ടിട്ട് അതിന്റെ ആദ്യത്തെ 1 ഫീറ്റ് ഇറങ്ങണമെങ്കിൽ അവരുടെ 1000 ഷില്ലിങ്, രണ്ടാമത്തെ ഫീറ്റ് വരെ ഇറങ്ങണമെങ്കിൽ 2000 ഷില്ലിങ്, തേർഡ് സ്റ്റെപ്പിലോട്ട് ഇറങ്ങണമെങ്കിൽ 4000 ഷില്ലിങ്. അനുഗ്രഹം കൂടി വരുമെന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതനുസരിച്ച് ഈ പാവം പിടിച്ച ആഫ്രിക്കക്കാര് കാശ് കൊടുത്തേച്ച് അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ കുളത്തിലിറങ്ങിച്ച് തിരിച്ചു പോരും. ഇതെല്ലാം അവൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒരു സങ്കടം തോന്നി. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി പറഞ്ഞു, എഴുതട്ടെ, ജനം മനസ്സിലാക്കട്ടെ, ഏറ്റവും കുറഞ്ഞത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള അറിയട്ടെ, സത്യം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ, വെറുതെ കബളിപ്പിക്കപ്പെടാതിരിക്കട്ടെ. എന്തുകൊണ്ട് മനുഷ്യൻ കളിപ്പിക്കപ്പെടുന്നത്? ഈ ആഫ്രിക്കക്കാരന്റെ പൈസ, പാവങ്ങളുടെ പൈസയും പിടിച്ചുകൊണ്ട്, ഇത് മറ്റ് പല കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഇത് ഫ്രം ബ്രസീൽ ഓർ നൈജീരിയ, മോസ്റ്റ്ലി ഫ്രം ബ്രസീൽ നിന്നൊക്കെ വന്ന് അവിടെ ചർച്ചസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവന്മാരെല്ലാം. ഞാൻ പറഞ്ഞത്, ഈ ഒരു ടെംപ്റ്റേഷൻ നമുക്ക് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത്? മനുഷ്യൻ അപ്പം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കുവാനുള്ള ഒരു ടെംപ്റ്റേഷൻ. അതുകൊണ്ട് മനുഷ്യന്റെ ബോഡിലി നീഡ്സിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള ദൈവികമായ നമ്മുടെ ക്രൂശിന്റെ മാർഗത്തെ ഉപേക്ഷിച്ച് ശാരീരിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും അതിനെ എംഫസൈസ് ചെയ്യാനും. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു, കർത്താവ് തീർച്ചയായും പാവങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അല്ലാതെ ഞാൻ മാറി നിന്നൊന്നും പറയല്ല. ഐ പ്രേ ഫോർ ദ സിക്ക് പീപ്പിൾ ആൻഡ് പീപ്പിൾ ഗെറ്റ് ഹീൽഡ്. ഐ പ്രേ വെൻ സംബഡി ഈസ് കമ്മിങ് വിത്ത് പൊസഷൻ ആൻഡ് they are freed from their possession. ഇതെല്ലാം നമ്മുടെ ശുശ്രൂഷയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഞാൻ അഡ്വർടൈസ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. അഡ്വർടൈസ് ചെയ്യുന്നത് മാത്രമല്ല, അപ്പോഴും എനിക്കറിയാം അവർ നിലനിൽക്കണമെങ്കിൽ എന്തുണ്ടായാലേ പറ്റുള്ളൂ, അവർക്ക് യേശുവിനെ കൊടുത്താലേ പറ്റുള്ളൂ, വചനം കൊടുത്താലേ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയാണ്, മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ
but by every word that proceeds from the mouth of the Lord. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അപ്പം വേണ്ടെന്നല്ല പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല. മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ട് കൂടെയാണ്? ദൈവത്തിന്റെ വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ. എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ് എലിവൻസ് മീ. അതെന്നെ ജീവിപ്പിക്കുന്നു. ശരിക്കും ഈ വാക്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, എന്റെ പുത്രത്വത്തിന്റെ ഉറപ്പെന്താണെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് മൈ അഷ്യൂറൻസ് അബൌട്ട് മൈ സൺഷിപ്പ്? ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതിന്റെ ഉറപ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കുന്നതല്ല എന്നാണ് നമ്മുടെയൊക്കെ പൊതുവെ ഉള്ള ചിന്ത. ഞാൻ അങ്ങോട്ട് കൈവെക്കുമ്പോൾ ഉടനെ രോഗികൾ സൗഖ്യമായാൽ അതിന്റെ അർത്ഥം ഞാനും കർത്താവുമായിട്ടുള്ള ബന്ധം വളരെ നീറ്റാണെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു അല്ല. എന്താണ്? The word that proceeds from the mouth of the Lord, if it reaches you and if it enlivens you, you are a child of God. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് നിന്നിൽ എത്തുകയും നിന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ ഉറപ്പ് ദൈവവുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. ഞാനും ദൈവവുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണെന്നുള്ളത്. And you know what happens? If I am a child of God, you know what happens? When God speaks, I hear it and that becomes life in me. എന്നിൽ അത് എന്തായിത്തീരുന്നു? ജീവനായി പരിണമിക്കുന്നു. അത് ജീവനായി പരിണമിക്കുന്നു. That is very much important. പലപ്പോഴും വചനം അക്ഷരമായിട്ട് മാത്രമേ ഇന്ന് വിശ്വാസ സമൂഹത്തിലേക്ക് കടന്നുകൂടുന്നുള്ളൂ. We know the doctrine. അത് തന്നെ ഇല്ല. അറിയാമെങ്കിലും മാക്സിമം അറിയാവുന്നത് ഡോക്ട്രിനാണ്, ഉപദേശമാണ്. ഉപദേശം അറിയണം, തീർച്ചയായും ഉപദേശം അറിയണം. പക്ഷേ ഉപദേശം ജീവനാകുമ്പോഴേ പിതൃപുത്ര ബന്ധം സമ്പൂർണമാകുന്നുള്ളൂ. You understand the difference? നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഉപദേശങ്ങൾ പഠിച്ചു വെച്ചാലും നമ്മുടെ ഒരു കഴിഞ്ഞ തലമുറയിൽ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. നമ്മൾ എപ്പോഴും പറയും, ബ്രദറെ, ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട് ജീവിതത്തെക്കാൾ വലുതാണ് ഉപദേശമെന്ന്. ഒരു പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട് പോൾസൺ, ഞങ്ങൾ ഒരുമിച്ച്, ഇപ്പോഴല്ല, മേ ബി 20 years ബാക്ക് വി വെർ ടുഗദർ ഫോർ എ ബൈബിൾ സ്റ്റഡി. അപ്പോൾ പാസ്റ്റർ ഈ പോൾസനോട് ഒരു പ്രാവശ്യം പറഞ്ഞു, ബ്രദറെ, നമ്മൾ വാസ്തവത്തിൽ ഭാഗ്യമുള്ളവരാ പെന്തിക്കോസുകാരെ. കാരണം ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ജീവിതത്തിലൊരു തെറ്റ് പറ്റിയാലും ദൈവം ക്ഷമിക്കും. പക്ഷെ ഉപദേശത്തിലൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല ബ്രദറെ. നമുക്ക് കൃത്യമായ ഉപദേശം ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്താ അതിൻ്റെ അർത്ഥം? വേദപുസ്തകം അതുപോലെ ഉപദേശപരമായി നന്നായിട്ട് വിശ്വസിച്ചിട്ട് ഞാൻ ചില കള്ളത്തരം കാണിച്ചാലും കള്ളക്കടത്ത് നടത്തിയാലും കരിഞ്ചന്ത ചെയ്താലും വ്യഭിചാരം ചെയ്താലും ഒന്നും അതൊക്കെ ദൈവം കണ്ണടയ്ക്കും. പക്ഷെ ഉപദേശം ശരിയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ കണ്ണടയ്ക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? പിന്നെ നമ്മൾ എത്ര വിശുദ്ധമായിട്ട് ജീവിച്ചാലും കർത്താവിൻ്റെ വരവിന് ശേഷം ഇവിടെ നടക്കുന്ന 7 വർഷത്തിനിടയ്ക്ക് 3.5 കൊല്ലം കഴിയുമ്പോൾ വരുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിനകത്ത് അർമഗദോൻ യുദ്ധത്തിൽ സൈന്യം വരുന്നത് ചൈനയിൽ നിന്നാണോ റഷ്യയിൽ നിന്നാണോ എന്നുള്ളത് ചൈനയിൽ നിന്നായി പോയാൽ തീർന്നു, എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു. അല്ലേ? എന്തോ നമ്മുടെയൊക്കെ ചിന്ത. ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിച്ചിരിക്കുന്നത്? See, the word, വചനം എന്തായി തീരണം? ജീവനായി തീരണം. എനിക്ക് രൂപാന്തരം ഉണ്ടാക്കണം, ജീവനായി തീരണം. ഇന്ന് പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തന്നെ പലതും ജീവനാകുന്നില്ല. നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുന്ന ചില ആളുകൾ പറയുമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്ന പാസ്റ്റർ സമാപന കൂടാരത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം 48 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ ഈ പാസ്റ്റർ അങ്ങനല്ല, അദ്ദേഹം 56 കൂട്ടം കാര്യങ്ങൾ സമാപന കൂടാരത്തെ കുറിച്ച് പറഞ്ഞു. എന്തൊരു സന്തോഷമാണെന്ന് അറിയത്തില്ലേ? മറ്റേത് 48 കൂട്ടം കാര്യമേ പറഞ്ഞുള്ളൂ, ഇദ്ദേഹം 56 കൂട്ടം കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഇത് ഭയങ്കര ബൈബിൾ ക്ലാസ് ആണ്. ഇതാണോ വാസ്തവത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത്? You know what Jesus said? The word that proceeds from the mouth of the Lord, that enlivens me. അതെന്നെ ജീവിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ജീവനാകുന്നുണ്ടോ? ഈ വചനം നിങ്ങൾക്ക് ജീവനാകുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് അറിയുന്നത്? നമ്മൾ ശരിക്കും കൊരിന്ത്യൻസില് റോമൻസ് ചാപ്റ്റർ 8 കർത്താവ് പറയുന്നതായ റോമൻസ് ചാപ്റ്റർ 8 അതിന്റെ 15 and 16 വായിക്കുമ്പോഴത്തേക്ക് നമ്മളവിടെ
പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. എന്താ? നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഏറ്റവും നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ വാക്കുകൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ചൈൽഡ്. ആ ഒരു ബോധ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ, യുനോ, നമ്മുടെ ലൈഫ് ഭയങ്കര ഡള്ളാണ്. എന്തുകൊണ്ടാണ് ഇന്ന് വിശ്വാസികളുടെ ജീവിതം ഭയങ്കര ഡള്ളാകുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് ജോയ് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? വിശ്വാസികളുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. ഒരു സന്തോഷമില്ല. എന്തുകൊണ്ട്? അവർക്ക് they don't have a proper communication with their father. അതുകൊണ്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അതാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ അത്ഭുതമല്ല നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്നുള്ളതിന്റെ ഉറപ്പ്. എന്ത്? എൻ്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും എനിക്ക് എന്തായിത്തീരണം? ജീവനായിത്തീരണം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ബട്ട് ബൈ എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ്. Man shall not live by bread alone, but by every word that proceeds from the mouth of the Lord. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു. Then the devil took him to the holy city and set him on the pinnacle of the temple and said to him, if you are the Son of God, throw yourself down, for it is written, he will give his angels charge of you. Verse 5, the devil took him to the holy city and set him on the pinnacle of the temple and said to him, if you are the Son of God, throw yourself down, for it is written, he will give his angels charge of you. അവനെ കയറ്റി ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് നീ ഇതിൽ നിന്ന് താഴോട്ട് ചാടുക. അങ്ങനെ ചാടിയാൽ എന്ത് സംഭവിക്കും? ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും. കാര്യം സാംസ് 91:11-12 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ദേവാലയത്തിന്റെ മുകളിൽ നിന്നിട്ട് താഴോട്ട് ചാട്. അപ്പൊ ചാടുമ്പോഴത്തേക്ക് നീ ഒരിക്കലും ചുമ്മാ താഴെ വീണ് ചാകത്തൊന്നുമില്ല. ബിക്കോസ് യു ആർ ദ സൺ ഓഫ് ഗാഡ്. യു നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഒരു പാരാഷൂട്ടിൽ വന്ന് ഇറങ്ങുന്നത് പോലെ ഫ്ലൈ ചെയ്ത് നിനക്കിങ്ങനെ ഇറങ്ങാൻ പറ്റും. അപ്പൊ ആളുകളെല്ലാം പറയും, എടാ ഇത് പഴയ നിയമത്തിന്റെ നിവൃത്തിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ താഴെ വീണ് ചാകേണ്ടതല്ലേ, പക്ഷെ ഇവൻ ചത്തിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഈസ് ദി അനോയിന്റഡ് വൺ ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഹി കുഡ് ലാൻഡ് in such a way. ഇതുപോലെ അത് ലാൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ഹി ഈസ് ദ സൺ ഓഫ് ഗാഡ് ആൻഡ് പീപ്പിൾ വിൽ കൺസിഡർ യു ആസ് എ മെസ്സായ ആൻഡ് എവരിബഡി വിൽ ബി നോയിങ് അബൌട്ട് യു. ആദ്യത്തേത് ബോഡി നീഡ്സ് ആയിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഇറ്റ് ഈസ് അവന്റെ ഫെയിം ആണ്. ഫെയിം. അപ്പോൾ ആദ്യം മനുഷ്യൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് അവന്റെ ശാരീരിക ആവശ്യങ്ങളുടെ പൂരണത്തിലൂടെയാണ്. The world is ready to give you everything. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ലഭിക്കാനായിട്ട് ദൈവിക പാത വിട്ട് പ്രവർത്തിക്കാനുള്ള ടെംപ്റ്റേഷനാണ് നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നത്. രണ്ടാമത്തേത് നമ്മൾ എന്താണ്? പ്രശസ്തി കിട്ടാനായിട്ട്, ദൈവിക പാത വിട്ട് പ്രശസ്തി കിട്ടാനായിട്ടുള്ള ഒരു വലിയ ടെംപ്റ്റേഷൻ. ദാറ്റ്സ് എ ബിഗ് ടെംപ്റ്റേഷൻ. എപ്പോഴും ഉണ്ടാകുന്നതായ ഒരു വലിയ ടെംപ്റ്റേഷൻ ആണ് സോളിഷ് ഡിസയേഴ്സ്. ആദ്യത്തേത് നമ്മുടെ ബോഡിലി നീഡ്സ് ആണെങ്കിൽ രണ്ടാമത്തേത് എന്താണ്? സോളിഷ് ആണ്. സോളിഷ്. രണ്ടാമത്തേത് ദേഹിയുമായി ബന്ധപ്പെട്ടാണ്. മറ്റേന്താണ്? ആഹാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ നീഡാണ്. അപ്പോൾ പിശാചിന്റെ പ്രലോഭനങ്ങളുടെ പ്രഥമ പടി നമ്മുടെ ശാരീരിക ആവശ്യങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അതിനുവേണ്ടി ദൈവിക പാത വിട്ട് പ്രവർത്തിപ്പാനുള്ള ടെംപ്റ്റേഷനാണ് ആദ്യത്തെ ടെംപ്റ്റേഷൻ. രണ്ടാമത്തെ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾ. ആ സോളിന്റെ നീഡാണ്. പീപ്പിൾ ഷുഡ് റെക്കഗ്നൈസ് മീ, അണ്ടർസ്റ്റാൻഡ് മീ, പീപ്പിൾ ഷുഡ് അപ്രീഷിയേറ്റ് മീ ആൻഡ് സം കൈൻഡ് ഓഫ് അപ്രൈസൽ ആവശ്യമുണ്ട്. നമുക്കെല്ലാം കുറച്ച് പ്രശസ്തി ആവശ്യമുണ്ട്. പ്രശസ്തനാകുവാനുള്ള മോഹം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള വലിയ ഒരു മോഹം, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഈ പിള്ളേരൊക്കെ ഈ എല്ലാ ഗിമ്മിക്സും കാണിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ ഹൃദയത്തിന്റെ ഒരു സോളിഷ് നീഡാണത്. അതുകൊണ്ടാണ് എല്ലാ ഫാഷൻസും ഇവിടെ അരങ്ങേറുന്നതും. അതുകൊണ്ടാണ് പിള്ളേർ ഈ ബൈക്കിൽ ആവശ്യമില്ലാതെ ചെത്തി നടക്കുന്നതും. എല്ലാ കാര്യങ്ങളും എന്താണ്? അവരുടെ സോളിഷ് നീഡാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് ദെയർ ഫിസിക്കൽ നീഡ്, ഇറ്റ് ഈസ് ദെയർ സോളിഷ്, അല്ലെങ്കിൽ അവരുടെ ദേഹിയുടെ ഒരു നീഡാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അപ്രൈസൽ കിട്ടുക എന്നുള്ളതാണ്. ഇത് ഒരു സുവിശേഷകരമായ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കും ഇതേപോലെയുള്ള സോളിഷ് ആയിട്ടുള്ള ചിന്തകളുണ്ട്. ഒരു പക്ഷേ
എന്താണ് ശരീരത്തിന്റെ നീഡ്സിനേക്കാൾ ഭയങ്കരമായിട്ട് എന്താണ് നമ്മളെ പിടിച്ചുലയ്ക്കുന്നതായ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്, നമുക്ക് പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം, പദവികൾക്ക് വേണ്ടിയുള്ള മോഹം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇലക്ഷനും എല്ലാം നടക്കുന്നത്, ഇല്ലേ? ഞാൻ ചിലപ്പോൾ ഈ ചർച്ച് ഇലക്ഷനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇത് ബിബ്ലിക്കൽ അല്ല എന്നുള്ള എൻ്റെ തോന്നലിന്റെ കാര്യം. എന്നോട് നിങ്ങൾ നാളെ ഇതിന്റെ മറ്റൊന്നും ചോദിക്കാനൊന്നും വന്നേക്കരുത്, അതിന് എന്തോ റിമഡി എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇലക്ഷനിൽ ഒരാൾ മത്സരിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണ്? അയാൾ പറയുന്നത് എൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടത്ര വിവരമില്ല, അയാളെ കൊണ്ട് ഈ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പത്രങ്ങളെല്ലാം പെന്തക്കോസ്ത് പത്രമൊക്കെ എടുത്ത് നോക്കി, ഇതല്ലേ കാണുന്നത് മുഴുവൻ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക്, ഇല്ലേ? എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യാം, ഞാൻ ഇതിന് യോഗ്യൻ. എന്നാൽ വേദോസം പറയുന്നു, ഓരോരുത്തൻ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളട്ടെ. ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ, ബ്രദറെ എനിക്ക് വോട്ട് ചെയ്യരുത്, കാര്യം എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, എനിക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ യോഗ്യനായ ആള് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാരും വന്ന് പറയുന്നത് എന്താണ്? ഞാൻ യോഗ്യൻ, ഞാൻ യോഗ്യൻ. ഞാൻ യോഗ്യൻ എന്ന് പറയാൻ ഒരു വ്യക്തിയെ അനുവദിക്കുന്ന എന്ത് കാര്യവും ബിബ്ലിക്കലല്ല, വേദപുസ്തക പ്രകാരം അതുള്ളതല്ല. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ, ആത്മാവിനായി ദാഹിക്കുന്നേ. മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ, ആത്മാവിനായി ദാഹിക്കുന്നേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ, ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി,